നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം സമ്മേളനത്തിൽ തലങ്ങും വിലങ്ങും അടികിട്ടിയത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്. ആ ഗ്യാപ്പിലൂടെ രക്ഷപ്പെട്ടതാകട്ടെ പിണറായി വിജയനും. പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം ചർച്ച ചെയ്ത് ഒരു ഫലവും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടതോടെ നേതാക്കന്മാരെല്ലാം പാർട്ടി സെക്രട്ടറിയെ നന്നാക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ. എന്നാൽ പരസ്യമായി തനിക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നതോടെ MV ഗോവിന്ദൻ കലിപ്പിലാണ്. MV ഗോവിന്ദൻ ഇപ്പോൾ ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ മറുപടി നേരിട്ട് കൊള്ളുന്നത് പിണറായി കിട്ടും. സംസ്ഥാന സമ്മേളനത്തിൽ തനിക്ക് നേരെ വിമർശനം ഉന്നയിച്ചവർക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. വയനാട്, എറണാകുളം, കോട്ടയം ജില്ലകളിലെ പ്രതിനിധികൾക്ക് നേരെയായിരുന്നു ഗോവിന്ദൻ തിരിഞ്ഞത്. അധികാരമോഹിയായ നേതാവാണ് വിമർശനം ഉയർത്തുന്നതെന്ന് പ്രതിനിധിയുടെ പേര് പറഞ്ഞ് MV ഗോവിന്ദൻ തിരിച്ചു മറുപടി കൊടുത്തു. എന്നാൽ അധികാരമോഹി എന്ന് MV ഗോവിന്ദൻ പറഞ്ഞതോടെ പിണറായി വിജയനെ എടുത്തിട്ട് കുടയുകയാണോ MV ഗോവിന്ദൻ എന്ന തരത്തിൽ ട്രോളുകൾ വന്നു. മൂന്നാം തവണ അധികാരത്തിൽ വന്നാലും മുഖ്യമന്ത്രി കസേര വിട്ടുകൊടുക്കാതെ അതിൽ കയറിയിരിക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. പിണറായിയേക്കാൾ വലിയ അധികാരമോഹി മറ്റാരുണ്ട് എന്ന ചോദ്യമായിരുന്നു MV ഗോവിന്ദന് നേരെ ട്രോളായി ഉയർന്നു വന്നത്. വിമർശനം ഉന്നയിച്ചത് തന്നെ ഇപ്പോൾ MV ഗോവിന്ദന് പണിയായിരിക്കുകയാണ്. വയനാട്ടിൽ ബാറിന് മുന്നിൽ ബിവറേജസ് വിൽപ്പനശാല തുടങ്ങി വിവാദമായ സംഭവത്തിൽ ഇദ്ദേഹത്തിനെതിരെ സംസ്ഥാന കമ്മിറ്റി നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ബെവ്കോ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ഇദ്ദേഹത്തിന്റെ നിലപാട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 5000 വോട്ട് വരെ നഷ്ടപ്പെട്ടുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രതിനിധികളുടെ വിമർശനത്തിനും രൂക്ഷമായ രീതിയിലാണ് ഗോവിന്ദൻ പ്രതികരിച്ചത്. എറണാകുളത്ത് പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയുടെ പേരിൽ ക്രൈസ്തവ വിഭാഗത്തെ ശത്രുപക്ഷത്താക്കിയ പ്രവർത്തനമാണ് നടന്നത്. ഇതൊന്നും ഒരിക്കലും പാടില്ലാത്തതായിരുന്നു. 2002 ശേഷം മെമ്പർഷിപ്പിലെത്തിയവരാണ് പാർട്ടിയിൽ ഇപ്പോഴുള്ള 50% പേരും. ഇവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്. അത് അവരുടെ പ്രവർത്തനത്തിലും പ്രതികരണത്തിലും പ്രകടമാകുന്നുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മദ്യപാന വിഷയത്തിൽ താൻ പറഞ്ഞ കാര്യത്തിൽ ഒരാൾ പോലും പരാമർശിക്കാത്തതിനെയും MV ഗോവിന്ദൻ വിമർശിച്ചു. ഇതിൽ പ്രതികരിക്കാൻ ആർക്കും ആർജവമില്ല. മദ്യപശീലം ഉള്ളവരെ പാർട്ടിയിൽ വേണ്ടെന്നത് തന്റെ തീരുമാനമല്ല, അത് പാലക്കാട് പ്ലീനത്തിലെടുത്തതാണ്. ജില്ലാ കമ്മിറ്റി വരെയുള്ള പല നേതാക്കളും മദ്യപാനം ശീലമാക്കിയവരാണെന്നറിയാം. അതിനി തുടരാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ് മദ്യപരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് MV ഗോവിന്ദൻ മറുപടി കൊടുത്തു. MV ഗോവിന്ദന് രാവിലെ ഒരു നിലപാടും ഉച്ചയ്ക്കൊരു നിലപാടും വൈകിട്ടൊരു നിലപാടുമാണെന്ന വിമർശനം ശക്തമായി ഉയർന്നിരുന്നു. പാർട്ടി സെക്രട്ടറിയായി പെരുമാറുന്നില്ല എന്നുള്ള വിമർശനങ്ങളും വന്നിരുന്നു. ഇത് പരസ്യമായി നേതാക്കന്മാർ വെളിപ്പെടുത്തിയതോടെയാണ് MV ഗോവിന്ദന് ക്ഷീണമായത്. അതാണ് MV ഗോവിന്ദൻ ഇപ്പോൾ മറുപടിയും കൊടുത്ത് രംഗത്തേക്ക് വന്നത്. എന്നാൽ അധികാരമോഹത്തിന്റെ കാര്യം പറഞ്ഞതും അത് പിണറായിക്കിട്ട് നേരിട്ട് കൊള്ളുന്ന തരത്തിലാണല്ലോ സഖാവേ എന്നാണ് പരിഹാസ ചോദ്യം. പിണറായിയെ എന്തെങ്കിലും പറയണമെങ്കിൽ നേരിട്ടങ്ങ് പറഞ്ഞ് നന്നാക്കണം സഖാവേ എന്നുള്ള ട്രോളുകളും വരുന്നുണ്ട്. ഇതിനിടെ സ്വകാര്യ മൂലധനത്തിനും വ്യവസായങ്ങൾക്കും വഴിയൊരുക്കാൻ നയം മാറ്റി CPM കാത്തിരിക്കുമ്പോൾ ബംഗാളിലെ അനുഭവം മറക്കരുതെന്ന് പ്രതിനിധികൾ ഓർമ്മിപ്പിച്ചു. അടിസ്ഥാന വിഭാഗങ്ങളാണ് പാർട്ടിയുടെ ശക്തിയെന്ന് പ്രവർത്തന റിപ്പോർട്ടിന്റെ ചർച്ചയിൽ ഓർമ്മിപ്പിച്ചതിന്റെ തുടർച്ചയായാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനായി പുതുവഴികൾ എന്ന രേഖയിലെ ചർച്ചയുമുണ്ടായത്. അതേസമയം കേന്ദ്രത്തിൽ BJP അധികാര ശക്തിയായി തുടരുമ്പോൾ കേരളത്തിന് വിഭവ സമാഹരണത്തിന് പുതുവഴികൾ തേടേണ്ടതുണ്ടെന്ന രേഖയിലെ പൊതുനിർദ്ദേശം പ്രതിനിധികൾ അംഗീകരിച്ചു. 27 പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഏതു വ്യവസായം തുടങ്ങാനും ഭൂമി വേണം. കേരളത്തിൽ ഭൂമി ലഭ്യത തീരെ കുറവാണ്. സിംഗൂരിലെ അനുഭവം മനസ്സിൽ വെച്ച് ഇക്കാര്യത്തിന് മുന്നിട്ടിറങ്ങാവൂ എന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. സെസ്സും ഫീസും പിരിക്കുന്നത് പാർട്ടി ലൈനാണോ എന്ന് കോഴിക്കോട് നിന്ന് ചർച്ചയിൽ പങ്കെടുത്ത KT കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു. ജനങ്ങൾ സംശയത്തിലാകും. ഇത് ദൂരീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടേ നവകേരളം സൃഷ്ടിക്കാവൂ എന്നായിരുന്നു മറ്റൊരു പരാമർശം. അസംഘടിത മേഖലയിൽ ആകെ അരക്ഷിതാവസ്ഥയാണ്. ആശ, അങ്കണവാടി, NHM തുടങ്ങിയ മേഖലകളിൽ മിനിമം കൂലി ഉറപ്പുവരുത്തണം. ഭരണ തുടർച്ച ഉറപ്പാക്കണമെന്നും പുതിയ വികസന കാഴ്ചപ്പാടും സർക്കാരിന് പ്രവർത്തന സമീപനവും വേണമെന്ന കാര്യത്തിൽ പ്രതിനിധികൾ ഒറ്റക്കെട്ടായി നിന്നു. അതിനായി കൊണ്ടുവന്ന രേഖയെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പിന്തുണയ്ക്കുകയും ചെയ്തു.
ജനങ്ങൾക്ക് അധിക ഭാരമാകാതെ അധിക വിഭവ സമാഹരണം നടത്തണമെന്ന നിർദ്ദേശത്തിനാണ് പൊതുസ്വീകാര്യത ലഭിച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ചങ്ങാത്ത മുതലാളിത്തം കേരളത്തിൽ നടപ്പാക്കില്ലെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. നവകേരള രേഖയിലെ നിർദ്ദേശങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഗോവിന്ദൻ. ചങ്ങാത്ത മുതലാളിത്തമാണ് കേന്ദ്രത്തിന്റെ രീതി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ജനോപദ്രവപരമായി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിന്റെ പാഠശാലയാകും കേരളത്തിന്റെ ബദൽ നിലപാട്. ഏതെങ്കിലും സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സാഹചര്യത്തിൽ പൊതുമേഖല, സഹകരണ മേഖല, PPP എന്നിവയിലേതെങ്കിലും വഴി ഏറ്റെടുക്കാനുള്ള സാധ്യത പരിശോധിക്കണമെന്നാണ് നിർദ്ദേശിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൊല്ലം സമ്മേളനം ഇന്ന് കൊടിയിറങ്ങും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.